പട്ടാമ്പി താലൂക്കിലെ ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഓങ്ങല്ലൂർ 2 വില്ലേജിൽ കാരക്കാട് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഗ്രാനൈറ്റ് ബിൽഡിംഗ് സ്റ്റോൺ ക്വാറിയുടെ പാരിസ്ഥിതിക അനുമതി ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചു. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പാലക്കാട് ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിലാണ് പബ്ലിക് ഹിയറിംഗ് സംഘടിപ്പിച്ചത്. പ്രദേശവാസികളെ ഉൾപ്പെടുത്തി ചൊവ്വാഴ്ച കുളപ്പുള്ളി ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ വച്ചാണ് യോഗം നടന്നത്. യോഗത്തിൽ പൊതുജനങ്ങളുടെ അഭിപ്രായ അവതരണത്തിൽ ക്വാറിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അഭിപ്രായങ്ങൾ ഉയർന്നു. ഇപ്പോൾ ഇതിൽ സ്ക്രീനിൽ കാണിച്ചു, എത്ര ആൾക്കാർ ശ്രദ്ധിച്ചു എന്നൊക്കെ അറിയില്ല. സ്ക്രീനിൽ കാണിച്ചു ചുറ്റുപാടിൽ ഒറ്റ ബിൽഡിംഗ് പോലും ഇല്ലാന്ന്. അവിടെയാണ് വാട്ടർ അതോറിറ്റിയുടെ ഏറ്റവും വലിയ ബിൽഡിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥലത്ത് ഈ ജെർക്കിങ് ഉണ്ടാകുമ്പോൾ ഭൂമിക്ക് ഈ ജെർക്കിങ് ഉണ്ടാകുന്ന ടൈമിൽ അതിന് വിള്ളൽ സംഭവിക്കും. അത് ഈ വാട്ടർ അതോറിറ്റിയുടെ ജലവിതരണത്തിനെ ബാധിക്കും. ഇതൊക്കെ ഒരു കോമൺ സെൻസിൽ ആൾക്കാർക്ക് ചിന്തിച്ചൂടെ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയാൻ അതിൻ്റെ അടുത്തൊന്നും ബിൽഡിംഗ് ഇല്ല എന്നുള്ളത്? എന്ത് അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്? പിന്നെ ശബ്ദമലിനീകരണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഒരു കോറിയുടെ സ്ഥലത്ത് പോയിട്ട് നിങ്ങളവിടെ പോയി നോക്കുമ്പോൾ കല്ലിങ്ങനെ ഉരുണ്ട് വരുന്നില്ല, അതിനത് പൊട്ടിക്കണം. പിന്നെ എവിടുന്ന ശബ്ദമലിനീകരണം ഇല്ലാതിരിക്കാം? ഇതിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ തെറ്റാണ്. പിന്നെ അവിടെ പറഞ്ഞു കോറിയുടെ പരിസര പ്രദേശത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഓരോരോ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ഓൾറെഡി ഇപ്പോൾ ഒരു കോറുണ്ട്. അവരെന്ത് വികസനമാണ് അവിടെ ചെയ്തിട്ടുള്ളത്? ഒന്ന് പറഞ്ഞുതരാൻ പറ്റും? ഏതെങ്കിലും ഒരു വികസനം കാണിച്ചു തരാൻ പറ്റും? അവിടെ ഇപ്പോൾ ഒരു കോറി ഇപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ മാറ്റി വെച്ച ഫണ്ട് കൊണ്ട് എന്ത് വികസനമാണ് അവിടെ ചെയ്തത്? പിന്നെ ഇവിടുന്ന് ഒരു പരിസര പ്രദേശത്തെ ഒരാളാണ്, അയാൾക്ക് ജോലി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരാൾ നീച്ചെന്ന് ഇവിടെ പറഞ്ഞു. ഏത് പരിസരത്താണ് ഇപ്പോൾ അയാളുള്ളത്? ഞങ്ങളെ നാടിനോട് അടുത്തൊന്നും ഇപ്പോൾ അയാളെ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ പരിസര പ്രദേശം എന്തായിക്കോട്ടെ, ഈ കോറിയിൽ തന്നെ ഈ വരുമാനം ഉണ്ടാക്കണം നിങ്ങൾക്ക് നിർബന്ധം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യം, ഹോട്ടലുമായിട്ട് ഉപജീവനമാർഗം നടത്തുന്ന ആളാണ്. അപ്പോൾ ഈ കോറിയിലും അവിടെ ഉള്ള നിലവിലുള്ള കോറിയിലും പരിസരത്തും ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന ആളാണ്. നിയമവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലൊരു കോറിയൊക്കെ വരികയാണെങ്കിൽ അത് നമ്മളെ പോലത്തെ ചെറിയ ചെറിയ കച്ചവടക്കാർക്കൊക്കെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ പറഞ്ഞു, കോറി ഭയങ്കര സംഭവമാണ്. എനിക്ക് 49 വയസ്സായി. എൻ്റെ പരിസര പ്രദേശത്ത് അന്നും കോറിയുണ്ട്, ഇന്നും കോറിയുണ്ട്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കോ എല്ലാവരും പറഞ്ഞു അവസാനത്തെ സ്വപ്നമാണ്, അവസാനത്തെ ആഗ്രഹമാണ് ഞങ്ങൾക്ക് വീട് വെച്ചു. ആരും ചളി മണ്ണോടൊന്നും തന്നെ വീട് വെച്ചിട്ടുള്ളത്. അതിനൊക്കെ കല്ലും മെറ്റലും ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഈ കോറിയിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ എളിമയോടുകൂടി അറിയിക്കുകയാണ്. കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ വിനയ KS, പാലക്കാട് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് K സുനിൽകുമാർ, എൻവയോൺമെന്റൽ എഞ്ചിനീയർ V സുചിത്ര എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം നടന്നത്. കപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.